Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS, Assistant Professor in Commerce, Kerala PSC, Daily Module Wise Analysis-ലെ Module number 1, Research Methodology and Quantitative Techniques ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിലെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. സോ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് സിലബസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കോറിലേഷൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് റിഗ്രഷൻ. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാനില്ലെങ്കിലും ഇക്കണോമെട്രിക്സിന്റെ മെത്തഡോളജി മോഡൽസ്, അതിൽ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ലീനിയർ റിഗ്രഷൻ. സോ അതിനുശേഷം റിസർച്ചിന്റെ ലാസ്റ്റ് ഏരിയ ആണ് നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളത്. സോ ഇത്രയാണ് നമുക്ക് ഇനി ഫിനിഷ് ചെയ്യാനുള്ള ഏരിയാസ് ഫസ്റ്റ് മൊഡ്യൂളില്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കോറിലേഷൻ. ഫ്രം ദി വേർഡ് ഇറ്റ് സെൽഫ് നമുക്കറിയുന്നതാണ്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഉണ്ടായിരിക്കും, ഒരു ഡിപെൻഡന്റ് വാരിയബിൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസിൽ വരുന്ന വ്യത്യാസം ഡിമാൻഡില് എത്രത്തോളം ഇഫക്ട് ചെയ്യുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. സോ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ പ്രൈസ് ആൻഡ് സപ്ലൈ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇങ്ങനെ രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ന്യൂമറിക്കൽ ആയിരിക്കണം. ന്യൂമറിക്കൽ വാല്യൂസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് കോറിലേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ സിംപ്ലി എന്താണ് കോറിലേഷൻ നോക്കാം. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി അസോസിയേഷൻ ഓർ ദി റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു വാരിയബിൾസ്. രണ്ട് ന്യൂമറിക്കൽ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കോറിലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. So continuation ആയിട്ട് coefficient of correlation. What do you mean by coefficient of correlation? The magnitude. എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എത്രത്തോളം, രണ്ട് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി, ബട്ട് എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണതാണ് coefficient of correlation. It is a magnitude and direction of the relationship. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട്, ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, ദെൻ അതിന്റെ ഡിറക്ഷൻ. അപ്പൊ എന്താണ് ഡിറക്ഷൻ? അതാണ് നമുക്ക് നെക്സ്റ്റ് അറിയണ്ടേ. കോറിലേഷൻ വാല്യൂസ്, ആൻസർ, റിസൾട്ട് എന്ന് പറയുന്നത് -1 +1 ഇടയിലായിരിക്കും. ഇറ്റ് ക്യാൻ വാരി ബിറ്റ്വീൻ -1 to +1. അതിന്റെ ഇടയിലായിരിക്കും നമ്മുടെ കോറിലേഷന്റെ റിസൾട്ട് വരാം. സോ നമുക്ക് അതിന്റെ ബേസില് 3 types of correlation ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ്? നമ്പർ 1 പോസിറ്റീവ് കോറിലേഷൻ, നമ്പർ 2 നെഗറ്റീവ് കോറിലേഷൻ, നമ്പർ 3 സീറോ കോറിലേഷൻ. സോ ഫ്രം ദി വേർഡ് ഇറ്റ്സെൽഫ്, വാട്ട് ഡു യു മീൻ ബൈ പോസിറ്റീവ് കോറിലേഷൻ? നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇപ്പോ +1 ആണെങ്കിൽ നമുക്ക് പറയാം പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. അപ്പോൾ രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആവുന്നത് എപ്പോഴാ? ഫോർ എക്സാമ്പിൾ ഇപ്പോ എക്സാമിനേഷൻ റിസൾട്ടും കുട്ടിയുടെ സ്റ്റഡി ടൈമും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കുക. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ഗ്രാഫിക്കലി കാണാം. എങ്ങനെയായിരിക്കും? എക്സാമിനേഷൻ റിസൾട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റഡി ടൈമും തമ്മിലുള്ള റിലേഷൻ നോക്കാണ്. സോ നമ്മളിത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും? ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരാം. എന്ന് വെച്ചാൽ എന്താ, എത്രത്തോളം കൂടുതൽ ടൈം പഠിക്കുന്നു അതനുസരിച്ച് ഈ പറയുന്ന റിസൾട്ട് കൂടുന്നു, കൂടുതൽ ടൈം പഠിക്കുമ്പോൾ റിസൾട്ട് കൂടുന്നു. സോ ദിസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ്, കൂടല്ലേ, രണ്ടും കൂടാണ്. ഇനി നേരെ തിരിച്ച് ഈ പറയുന്ന സ്റ്റഡി ടൈമിന് പകരം നമുക്ക് ഇവിടെ എന്ത് വയ്ക്കാം? വാച്ചിങ് TV ടൈം. TV കാണുന്നതാണ് നമ്മളിവിടെ എടുക്കുന്നതെങ്കിൽ കൂടുതൽ ടൈം TV കാണുമ്പോൾ എക്സാമിനേഷൻ റിസൾട്ടില് അവിടെ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ കുട്ടി കൂടുതൽ സമയം എന്താണ് TV ആണ് കാണുന്നതെങ്കിൽ അപ്പൊ എങ്ങനെയായിരിക്കും റിസൾട്ട്? ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരാം. കൂടുതൽ TV കാണാനനുസരിച്ചിട്ട് നമ്മുടെ റിസൾട്ട് കുറഞ്ഞു വരാണ്. ദാറ്റ് ഈസ് സിംപ്ലി വാട്ട് നെഗറ്റീവ് കോറിലേഷൻ. ദെൻ രണ്ട് വാരിയബിൾ തമ്മിൽ ഒരു റിലേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പറയാം സീറോ കോറിലേഷൻ.
രണ്ട് വാരിയബിൾ തമ്മിൽ ഒരു റിലേഷൻ ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് എക്സാം റിസൾട്ടും ഹാൻഡ് റൈറ്റിംഗും റിലേഷൻ ഉണ്ടോ ഇല്ലയോ അറിയില്ല. ഇനിയിപ്പോൾ നോക്കുന്ന സമയത്ത് തമ്മിൽ ഒരു റിലേഷൻ ഇല്ല എന്ന് വരിക. എന്താണ് ഹാൻഡ് റൈറ്റിംഗ്? നമ്മളിപ്പോ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാണ്, അപ്പോൾ ഇത് തമ്മിൽ ഒരു റിലേഷൻ ഇല്ല എന്ന് വരിക. അപ്പൊ എങ്ങനെയായിരിക്കും? ഒരു ബന്ധമില്ലാണ്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരിക്കും. ദർ ഈസ് നോ കോറിലേഷൻ, സീറോ കോറിലേഷൻ ആണ്. ഇത് തമ്മിൽ രണ്ട് വാരിയബിൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ല. ഇങ്ങനെ 3 ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്: പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ കോറിലേഷൻ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് കോറിലേഷൻ. അതില് നമുക്ക് കിട്ടുന്നത് +1 ആണ് ആൻസർ എങ്കിൽ നമുക്ക് പറയാം പെർഫെക്റ്റ് കോറിലേഷൻ. +1 ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷനും, നെഗറ്റീവ് ആണെങ്കിൽ അതുപോലെ തന്നെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്നും പറയാൻ സാധിക്കും. ഇനി ഈ പറയുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 0.5 എബോ 0.5നും 0.75നും ഇടയിലാണെങ്കിൽ നമുക്ക് പറയാം മോഡറേറ്റ് കോറിലേഷൻ. ഇനി 0.75നേക്കാൾ കൂടുതൽ അപ് ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹൈ കോറിലേഷൻ. ഇനി 0നും 0.25നും ഇടയിലാണെങ്കിലോ നമുക്ക് പറയാം ലോ കോറിലേഷൻ. സോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഏത് രീതിയിൽ എങ്ങനെയാണ് കിട്ടുന്നത് അതിന്റെ ബേസിലാണ് നമ്മളൊരു തീരുമാനം, ഒരു ഡിസിഷൻ എടുക്കുക. ഇപ്പൊ ഹൈ റിലേഷൻ ആണെങ്കിൽ നമുക്ക് പറയാം ഇത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, സോ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യണം. 0 ആണെങ്കിൽ കൺസിഡർ ചെയ്യണ്ട, വളരെ കുറവാണെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ദി സിമ്പിൾ കൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ ആൻഡ് എന്താണ് ഡിഗ്രി ഓഫ് കോറിലേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അതിന്റെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സും നമ്മൾ കണ്ടു. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകണല്ലോ കേട്ടോ, അത്രയും എൻ്റെ ആവശ്യമുള്ളൂ. ഇനി വി ക്യാൻ യൂസ് ഡിഫറെന്റ് മെത്തേഡ്സ്. ഗ്രാഫിക്കൽ മെത്തേഡ്സ് ഈസ് ദ ആൻഡ് എന്താണ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അവിടെ ഉണ്ട്. ഗ്രാഫിക്കലി പോകുന്നില്ല, മാത്തമാറ്റിക്കലി ആണെങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് 2 ഇമ്പോർട്ടന്റ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതില് നമ്പർ 1 കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. ഏറ്റവും പോപ്പുലർ ആയിട്ട് നമ്മൾ എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ദെൻ രണ്ടാമത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. പിന്നെ നമുക്ക് അറിയുന്നത് തന്നെയാണ് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് ഉണ്ട്. സോ അതില് സൈൻ അല്ല ഡിക്രീസ് ആണോ ഇൻക്രീസ് അങ്ങനെ നോക്കിയിട്ടാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ ഈ 2 മെത്തേഡ് മാത്രം ഡിസ്കസ് ചെയ്ത് പോവാണ്. സോ കോറിലേഷനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ R ആണ്. സോ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? 2 വാരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഒരു വാരിയബിൾ x, മറ്റേ വാരിയബിൾ y. എല്ലാവർക്കും അറിയണം, ഏറ്റവും പോപ്പുലർ ആയിട്ടൊരു ഇക്വേഷൻ ആണ് R is equal to n നമ്പർ ഓഫ് എന്താണ് നമ്പർ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ സെറ്റിൽ. അപ്പൊ n into sigma xy minus sigma x into sigma y divided by root of n into sigma x square minus sigma x all square into root of n into sigma y square minus sigma y all square. So that's about എന്താണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമ്പർ 2 സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. അപ്പൊ റാങ്ക് കോറിലേഷനോട്ട് വരുമ്പോൾ എന്താണ്? ഇതൊരു പാരാമെട്രിക് എന്താണ് ടെസ്റ്റ് ആണെന്ന് പറയാം. പാരാമെട്രിക് എന്ന് വെച്ചാൽ എന്താ? റാങ്ക് കോറിലേഷനിൽ തന്ന ഡാറ്റ സെറ്റിനെ അതുപോലെ തന്നെ അനാലിസിസിലോട്ട് അനലൈസ് ചെയ്യല്ല ചെയ്യുന്നത്. തന്ന ഡാറ്റ സെറ്റിനെ നമ്മൾ റാങ്ക് ചെയ്യുന്നു, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ റാങ്കിനെയാണ് നമ്മൾ അവിടെ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റിന്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും നമ്മളെ ഡിഫറൻസ് എന്താ? പാരാമെട്രിക്കിൽ ദർ ഈസ് എ പാരാമീറ്റർ വാല്യൂ, എന്താണ് മീൻ ഉണ്ടായിരിക്കാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടായിരിക്കാം. ഇൻ ദി കേസ് ഓഫ് നോൺ പാരാമെട്രിക് അവിടെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? തന്ന ഡാറ്റ സെറ്റിനെ റാങ്ക് ചെയ്തതിന് ശേഷം അതിനെ അനലൈസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കോറിലേഷൻ മെത്തേഡാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനിൽ. സോ ഇക്വേഷൻ 1 minus 6 sigma d square divided by n into n square minus 1. സോ 6 എന്താ കോൺസ്റ്റന്റ് ആണ്. സോ ഇങ്ങനെ കോമൺ ആയിട്ട് 2 മെത്തേഡ്സ് ആണ് നമുക്കുള്ള കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും സ്പിയർമാന്റെ റാങ്ക് കോറിലേഷനും. ഫോർ ഫൈൻഡ് ഔട്ട് എന്താണ് ഈ പറയുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വാരിയബിൾസ്. So that's about the simple concept of correlation and the coefficient of correlation result types. പിന്നെ ഈ 2 മെത്തേഡും നമ്മൾ ഇന്ന് കണ്ടു. സോ ഇത്രയും നമുക്ക് നമ്മുടെ ഈ ഒരു സിലബസ് പ്രകാരം നിങ്ങൾ നോക്കേണ്ട കാര്യമുള്ളൂ.
സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് റിഗ്രഷൻ ഉണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ. അത് മാത്രമല്ല ഇക്കണോമെട്രിക്സ് ഉണ്ട്, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ, അനോവ, ഇതൊക്കെ കാണാനുണ്ട്. സോ ഇതൊക്കെ വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയസ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.